ഈ കാവ്യ നിറത്തോട് ഇത്രയധികം അസഹിഷ്ണുത കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്കുണ്ടോ? 1905 ബംഗാൾ വിഭജന സന്ദർഭത്തിൽ വന്ദേമാതര ഗാനം ആലപിച്ചത് കാവിക്കൊടികൾ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെയാണ്. മഹാത്മാഗാന്ധി കാവ്യ നിറത്തെക്കുറിച്ച് എത്രയോ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആത്മസമർപ്പണത്തിന്റെയും ധൈര്യത്തിന്റെയും ത്യാഗത്തിന്റെയും നിറമാണ് കാവ്യം എന്നാണ്. വിവേകാനന്ദ സ്വാമികളോട് വിദേശത്ത് വെച്ച് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഈ കാവ്യ നിറത്തിലുള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നത്? അദ്ദേഹം വളരെ വ്യക്തമായി മറുപടി പറഞ്ഞു, എന്റെ വസ്ത്രത്തിന്റെ നിറം ഭാരതത്തിന്റെ മണ്ണിന്റെ നിറമാണ്, അത് ത്യാഗത്തിന്റെ നിറമാണ്. വ്യക്തമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാൻ കാവ്യ ധരിച്ചത് എന്റെ ജീവിതം ഭാരതത്തിന് സമർപ്പിച്ചതിന്റെ അടയാളമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എത്രയോ മഹാത്മാക്കൾ കാവ്യയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. RSS എന്ന് പറയുന്ന പ്രസ്ഥാനം 1925 മാത്രം രൂപീകരിച്ചതാണ്. അതിനൊക്കെ എത്രയോ വളരെ മുമ്പ് തന്നെ കാവ്യ നിറം ഈ ഭാരതത്തിന്റെ അടയാളമായിരുന്നു. അത് ജനങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ അതാണോ പ്രശ്നം? ഇവിടെ കാവ്യവുമല്ല ഭാരതാംബയുമല്ല പ്രശ്നം മന്ത്രി ശിവൻകുട്ടിക്ക് ഗവർണറെ പരസ്യമായിട്ട് അവഹേളിക്കുക എന്നുള്ളതാണ്. എല്ലാവിധ പ്രോട്ടോക്കോളുകളും ലംഘിച്ച് ആ ഇളം മനസ്സിലേക്ക് ഈ ദേശവിരുദ്ധ വികാരം പകർന്നു കൊടുത്ത് അവരിൽ ആശയക്കുഴപ്പമുണ്ടാക്കി ഒരു തലമുറയെ തന്നെ വഴിതെറ്റിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം ഇത് ചെയ്തത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.